മനുഷ്യനെ നല്ലവനാക്കുന്നതും മോശമാക്കുന്നതും അവന്റെ പ്രവൃത്തികളാണല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ആദ്യത്തെ ശത്രു നമ്മുടെ മൈൻഡ് തന്നെയാണെന്ന് പറയാം. കാരണം ചില നേരത്ത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അധികം ആരും കാണാത്ത അറിയാത്ത ഒരു ഡാർക്ക് സൈഡ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അതുപോലെ ഒരാളാണ് നമ്മളുടെ കഥാനായകൻ. സാധാരണ ജീവിതം നയിച്ച അവന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എത്തുകയാണ്. എന്നാൽ ആ അതിഥിയെ കൊണ്ട് അവനുണ്ടായ തലവേദന ചെറുതൊന്നുമായിരുന്നില്ല. അവസാനം അത് കാരണം അവന്റെ ജീവിതം തന്നെ ഭീഷണിയാവുകയാണ്. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ റെസ്റ്റോറന്റിൽ നടക്കുന്ന ഒരു സംഭവത്തെ ആയിരിക്കും കാണിക്കുന്നേ. അവിടെ ഒരാൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. മറുഭാഗത്ത് ലൂക്ക് എന്ന കൊച്ചു പയ്യനെയാണ് കാണിക്കുന്നേ. അവന്റെ അച്ഛനും അമ്മയും എപ്പോൾ നോക്കിയാലും വഴക്കാണ്. അമ്മയായ ക്ലെയറിന് സ്കിസോഫ്രീനിയ ഉള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള പ്രശ്നം കൂടി വരികയാണ്. ഇപ്പൊ ഇവർ ക്ലെയർ മര്യാദയ്ക്ക് മരുന്ന് കുടിക്കാത്തത് കൊണ്ടാണ് വഴക്കിടുന്നത്. ഇവർ തമ്മിലുള്ള ഈ വഴക്ക് കാരണം ലൂക്കിന് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. അവൻ മെന്റലി ഓക്കെ അല്ല. എന്നും അവരുടെ വഴക്ക് കേട്ട് വളരുന്നത് കൊണ്ട് തന്നെ അവന് സന്തോഷം എന്താണെന്ന് കൂടി അറിയാത്ത അവസ്ഥയായി. കൂടാതെ ഈ ഒരു കാരണത്താൽ അവന്റെ പെരുമാറ്റം തന്നെ മാറി. ആളുകളോട് അധികം സംസാരിക്കാറില്ല. സ്വന്തമായിട്ട് കൂട്ടുകാർ ആരുമില്ല. അങ്ങനെ അവൻ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കേട്ട് സങ്കടം വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, കുറച്ച് ആശ്വാസത്തിന് വേണ്ടി. അപ്പോഴായിരിക്കും അവൻ പോലീസ് വണ്ടി ചീറിപ്പായുന്ന ശബ്ദം കേൾക്കുന്നേ. ആ ഭാഗത്താണെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടവും ഉണ്ട്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കി അവൻ കാണുന്നത് സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ പോലീസുകാർ കൊന്നതാണ്. ആളുകളും ബഹളവും മരിച്ച ആളുടെ ബോഡിയുടെ രക്തവും ഒക്കെ കണ്ട് ലൂക്കിന് വല്ലാതെ ആകുന്നുണ്ട്. ഒന്നാമത് അവൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അതിന്റെ കൂടെ ഈ കാഴ്ച കൂടി കണ്ട് അവൻ ഒന്നും കൂടി തളരുകയാണ്. അന്നേരമായിരിക്കും ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ അവന്റെ അടുത്ത് വന്ന് നീ എന്റെ കൂടെ കളിക്കാൻ വരുന്നോ എന്ന് ചോദിക്കുന്നു. ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യം പോലും നമ്മളുടെ ലൂക്കിനെ വല്ലാതെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ ഡാനിയലിന്റെ കൂടെ പോകുന്നു, ഒരുമിച്ച് കളിക്കുന്നു. ലൂക്ക് വളരെ ഹാപ്പി ആകുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ലൂക്കിനെ വീട്ടിൽ എവിടെയും കാണാത്തത് കൊണ്ട് അവനെയും അന്വേഷിച്ച് ക്ലെയർ പുറത്തിറങ്ങുകയാണ്. അപ്പൊ അവിടെ ലൂക്കിനെ കണ്ട ക്ലെയർ നീ എന്തിനാ പുറത്തിറങ്ങിപ്പോയത്, ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് തിരിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ലൂക്ക് ഡാനിയലിനെ കാണിച്ചുകൊണ്ട് ക്ലെയറിനോട് അമ്മ ഞാൻ ഇവനെയും വീട്ടിൽ കൂട്ടട്ടെ എന്ന് ചോദിക്കുന്നു. ക്ലെയർ നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരാളുണ്ടാകില്ല. അതായത് അങ്ങനെ ഒരാളില്ല. ലൂക്ക് ഇമാജിൻ ചെയ്തെടുത്തതാണ് ഡാനിയലിനെ. അത് മനസ്സിലാക്കിയ ക്ലെയർ അത് കുഴപ്പമില്ല, നീ അവനെയും കൂട്ടിക്കോ എന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ലൂക്ക് ഡാനിയലിന്റെ കൂടെ കളിക്കുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അത് കണ്ട് ക്ലെയറിനും സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത്ര ദിവസം ലൂക്കിന്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നല്ലോ. ആരും കൂട്ടിനില്ലാതെ ചിരിയും കളിയും ഇല്ല. ഇതൊക്കെ ലൂക്കിന്റെ തോന്നലാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവൻ ഹാപ്പി ആണല്ലോ എന്നായിരിക്കും ക്ലെയർ ചിന്തിക്കുന്നേ. ഇവിടെ ലൂക്കും ക്ലെയറും സംസാരിക്കുന്നതും കൂടുതൽ അടുക്കുന്നതുമൊന്നും ഡാനിയലിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ ലൂക്കിന് ഒരു മരുന്ന് കൊടുത്തുകൊണ്ട് നിന്റെ അമ്മ ഹാപ്പിയല്ല, അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി ഈ മരുന്ന് നീ ജ്യൂസിൽ കലക്കി കൊടുക്ക്, എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. ഡാനിയൽ പറഞ്ഞതെല്ലാം അതുപോലെ വിഴുങ്ങി ലൂക്ക് പറഞ്ഞതുപോലെ ചെയ്യുന്നു. സത്യത്തിൽ ഡാനിയൽ അങ്ങനെ ചെയ്തത് ക്ലെയർ മരിക്കാൻ വേണ്ടിയാണ്. അവന് ലൂക്ക് ആരോടും ഇടപഴകുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ക്ലെയർ ആ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് കുടിക്കില്ല. കാരണം അതിനകത്ത് ലൂക്ക് എന്തോ ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവക്ക് മനസ്സിലാകുകയാണ്. ക്ലെയർ നേരെ അവന്റെ അടുത്ത് പോയിട്ട് നീ എന്താ ചെയ്തത്, ഇതിൽ നീ എന്താ ചേർത്തത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ലൂക്ക് അതൊരു മരുന്നാണെന്നും ഡാനിയലാണ് അത് തന്നോട് ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അന്നേരം ലൂക്കിന്റെ അസുഖം കൂടി വരികയാണെന്ന് ക്ലെയറിന് ബോധ്യമാകുകയാണ്. ഡാനിയലോ ഇനി മേലാൽ അവനെപ്പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിലുള്ള ഒരു ഡോൾ ഹൗസ് കാണിച്ചുകൊണ്ട് നിന്റെ ഇമാജിനറി ഫ്രണ്ട് ഡാനിയലിനെ ഇതിനകത്ത് ലോക്ക് ചെയ്യുന്നു പറഞ്ഞ് അവൻ അതിന്റെ കീ കൊടുക്കുകയാണ്. ലൂക്ക് ആദ്യം അതിന് സമ്മതിക്കില്ല. കാരണം അവൻ ആകെയുള്ള ഒരു കൂട്ടാണല്ലോ ഈ ഡാനിയൽ. അങ്ങനെ അവസാനം ക്ലെയറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ലൂക്ക് ഡാനിയലിനോട് ആ ഡോൾ ഹൗസിലേക്ക് കയറാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഡാനിയൽ കയറില്ല. എന്നാൽ അവനോട് കയറാൻ പറഞ്ഞുകൊണ്ട് ലൂക്ക് അവസാനം ബഹളം വെക്കാൻ തുടങ്ങുന്നു. അതോടെ ഡാനിയൽ അതിനകത്ത് കയറുകയാണ്. അതിനകത്ത് മുഴുവനും ഇരുട്ടായിരിക്കും. വാതിൽ തുറക്കാൻ ഡാനിയൽ പരമാവധി പറയുന്നുണ്ടെങ്കിലും ലൂക്ക് അത് ചെയ്യില്ല. അവിടുന്ന് കേട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ലൂക്ക് വളർന്നു വലുതായി വീട്ടിൽ നിന്നൊക്കെ മാറി ന്യൂയോർക്കിലെ ഒരു കോളേജിൽ പഠിക്കുകയാണ്. പഴയതുപോലെ തന്നെ അവൻ ഇപ്പോഴും ഫ്രണ്ട്സ് ഒന്നുമില്ല. ആകെയുള്ളത് അവന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ലൂക്കിന് ഈ ഫോട്ടോഗ്രാഫിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവന്റെ മെയിൻ ഹോബി അതൊക്കെയാണ്. അവനാണെങ്കിൽ ക്ലാസ്സിലെ പിള്ളേരോട് വരെ സംസാരിക്കാൻ ഭയങ്കര മടിയാണ്.
പിന്നെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുന്നത് ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോന്നും ആലോചിച്ചിട്ട് സ്ട്രെസ്സായിട്ട് ക്ലാസ്സിൽ അവൻ മര്യാദക്ക് കയറാറുമില്ല. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ലൂക്ക് ക്ലെയറിന്റെ അടുത്ത് പോകാൻ തീരുമാനിക്കുന്നു. ശേഷം ക്ലെയറിനെ വിളിച്ചിട്ട് അവൻ ഇന്നോ നാളെയോ അങ്ങോട്ട് വരുമെന്ന് പറയുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, പക്ഷേ എനിക്ക് അസുഖമുള്ളത് കൊണ്ടും എൻ്റെ കൂടെ ഒരാൾ എപ്പോഴും വേണമെന്ന് ഉള്ളത് കൊണ്ടുമാണ് നീ വരുന്നതെങ്കിൽ നീ ഇവിടേക്ക് വരാൻ നിൽക്കണ്ട, ഞാൻ ഇവിടെ ഓക്കെ ആണെന്ന് ക്ലെയർ പറയുന്നു. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് അമ്മയൊന്ന് കാണാൻ വേണ്ടിയാണെന്ന് ലൂക്കും അങ്ങോട്ട് പറയുകയാണ്. അവിടുന്ന് കട്ടായിട്ട് ശേഷം ലൂക്ക് അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്നു. അവിടെ എത്തിയ അവനെ കാത്തിരുന്നത് കുറേ പുസ്തക പേജുകൾ ചീന്തിയിട്ട കാഴ്ചയാണ്. ഇതിൽ നിന്ന് അമ്മയുടെ അസുഖം മൂർച്ഛിച്ചു വരികയാണെന്ന് ഇവന് മനസ്സിലാകുന്നുണ്ട്. അവൻ ക്ലെയറിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ബുക്കിലെ പേപ്പേഴ്സ് ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ക്ലെയറിനെയാണ്. അമ്മ ഇതെന്താ ഈ ചെയ്യുന്നേ എന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഇവിടുത്തെ ബുക്സിലെ പേജസ് എല്ലാം എന്നോട് എന്തോ സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് ക്ലെയർ ലൂക്ക് വന്നതിൽ വലുതായിട്ട് അത്ര ശ്രദ്ധിക്കുന്നില്ല. പകരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലായിരിക്കും മുഴുവൻ ശ്രദ്ധ. ഇവ നോക്കുമ്പോൾ അവിടുത്തെ കണ്ണാടിയൊക്കെ ആകെ നശിപ്പിച്ച അവസ്ഥയിലാണുള്ളത്. മിററിന് എന്താ പറ്റിയതെന്ന് അവൻ ചോദിക്കുമ്പോഴായിരിക്കും എനിക്ക് എൻ്റെ ഫേസ് കാണുന്നത് ഇഷ്ടമല്ല, കാണുമ്പോൾ തന്നെ ദേഷ്യം വരുമെന്ന് ക്ലെയറും. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് മുഷിയേണ്ട എന്ന് കരുതി ഒരു റിലാക്സിന് വേണ്ടി ലൂക്ക് അവിടെ അടുത്തുള്ള ഒരു പാർട്ടിക്ക് പോകുകയാണ്. സാധാരണ അവൻ ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്തൊന്നും പോകാറില്ല. അവിടെ എത്തി നിറയെ ആളുകൾ കാണുമ്പോഴേക്കും അവൻ അങ്ങ് വല്ലാതെ ആവുകയാണ്. ചില ആളുകൾ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ ഇവന് തോന്നുകയാണ്. ഒന്നാമത് അവനിങ്ങനെ എവിടെയും പോയി പരിചയമില്ലല്ലോ, എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ പേടിയും പരിഭ്രവും ഒക്കെ അവന് വരികയാണ്. ശേഷം ലൂക്ക് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് തനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണയാണെന്ന് ഡോക്ടറും, പക്ഷെ ഇവനെയാണെങ്കിൽ അമ്മയ്ക്ക് സ്കിറ്റ്സോഫ്രീനിയ ഉള്ളത് കൊണ്ട് തന്നെ അത് തനിക്കും ഉണ്ടാകുമോ എന്നുള്ള പേടിയിലാണ്. അവൻ ആ കാര്യം ഡോക്ടറിനോട് പറയുന്നു. നിനക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എനിക്കൊരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡാനിയൽ എന്നായിരുന്നു അവന്റെ പേര്. ഞാനും അവനും നല്ല കൂട്ടായിരുന്നു എന്നൊക്കെ ഇവൻ പറയുകയാണ്. ഈ ഡാനിയൽ നിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് നീ അത് ആക്സെപ്റ്റ് ചെയ്ത് ഡാനിയലായിട്ട് കണക്ട് ചെയ്യാൻ നോക്കെന്ന് ഡോക്ടറും. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് ലൂക്ക് ഡോക്ടറിനെ കണ്ട് വീട്ടിൽ തിരിച്ചു പോകുന്ന വഴി ഒരു പെണ്ണുമായിട്ട് കൂട്ടിയിടിക്കുന്നു. അവളുടെ പേര് കാസി എന്നാണ്. നീ ഓക്കെ അല്ലേ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഓക്കെ ആണെന്ന് മാത്രം പറഞ്ഞ് പെട്ടെന്ന് വെപ്രാളം പിടിച്ച് അവൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കട്ടായിട്ട് അന്ന് രാത്രി ഡോക്ടർ പറഞ്ഞതുപോലെ ഡാനിയലുമായിട്ട് കണക്ട് ചെയ്യാൻ ആ വീട്ടിലെ ഡോൾ ഹൗസ് ലൂക്ക് തുറന്നിടുന്നു. അവിടെയാണല്ലോ ഡാനിയലിനെ പൂട്ടിയിട്ടത്. കുറച്ചു സമയത്തിന് ശേഷം എന്തൊക്കെയോ ഗ്ലാസ് ഒക്കെ പൊട്ടുന്ന ശബ്ദം ലൂക്ക് കേൾക്കുകയാണ്. അതെന്താണെന്ന് പോയി നോക്കുമ്പോൾ അത് ക്ലെയറിന്റെ പണിയാണെന്ന് ലൂക്കിന് മനസ്സിലാവുകയാണ്. ശേഷം ക്ലെയർ പോയി ബാത്റൂമിൽ കയറിയിട്ട് ഡോർ അങ്ങ് അടക്കുന്നു. അന്നേരം ലൂക്ക് പിറകെ പോയി അമ്മ വാതിൽ തുറക്കെന്ന് പറയുന്നു. എത്ര പറഞ്ഞിട്ടും ക്ലെയർ ഡോർ ഓപ്പൺ ആക്കില്ല. അവസാനം വാതിൽ തുറക്കാത്തത് കൊണ്ട് ആ വാതിൽ ചവിട്ടി പൊളിച്ച് കയറിയ ലൂക്ക് കാണുന്നത് അവിടെയുള്ള കണ്ണാടി പൊട്ടിക്കുന്ന ക്ലെയറിനെയാണ്. അവളുടെ കയ്യിലാണെങ്കിൽ മുഴുവനും രക്തമാണുള്ളത്. ക്ലെയറിനെ അവൻ വേഗം പോയി പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴേക്കും ക്ലെയർ അത് കൂട്ടാക്കില്ല. അവനെ അങ്ങ് പിടിച്ച് തള്ളി മാറ്റാൻ പോവുകയാണ്. ഇവൻ അവിടെ നോക്കുമ്പോൾ അവിടെ തൊട്ടടുത്തായിട്ട് ബാർഡബിൽ ഒരുത്തിനെ കാണുകയാണ്. അത് വേറെ ആരുമല്ല, ലൂക്കിന്റെ ഇമാജിനറി ഫ്രണ്ടായ ഡാനിയലാണ്. നീ എന്നെക്കാട്ടി ബെറ്റർ ആണെന്നാണ് നിന്റെ വിചാരം? എന്റെ അടുത്തേക്ക് വരരുത്, എന്നെ നോക്കരുത്, എനിക്കെന്റെ മുഖം കാണേണ്ട എന്നൊക്കെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലെയർ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങൾ വലിച്ചു വാരി ഇടാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അവിടെയുള്ള കത്തി കൊണ്ട് സ്വയം കുത്താൻ നോക്കുമ്പോൾ ലൂക്ക് അത് പിടിച്ചു മാറ്റാൻ നോക്കുന്നു. ബട്ട് എത്രയൊക്കെ നോക്കിയിട്ടും ക്ലെയർ ആ കത്തി താഴെയിടില്ല. അന്നേരം ഡാനിയൽ ലൂക്കിനോട്, എടാ നീ ഒരു കാര്യം ചെയ്, നീ ആ കത്തി എടുത്ത് നിന്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറയും, അപ്പൊ നിന്റെ അമ്മ കത്തി താഴെ ഇടുമെന്ന് പറയുന്നു. അങ്ങനെ അത് പ്രകാരം ലൂക്ക് ചെയ്യുകയാണ്. അതോടെ ഡാനിയൽ പറഞ്ഞതുപോലെ തന്നെ ക്ലെയർ സ്വയം കത്തി കൊണ്ട് കുത്താനുള്ള ഉദ്ദേശം ഉപേക്ഷിക്കുകയാണ്. ലൂക്കിനാണെങ്കിൽ തന്റെ അമ്മയുടെ അസുഖത്തിന്റെ ആഴം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെ അവൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അവിടുന്ന് കട്ടാട്ടെ ശേഷം ലൂക്ക് ഡാനിയലിനോട്, ഇത്ര വർഷമായിട്ടും നീ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ, നിനക്കൊരാവശ്യം വന്നപ്പോൾ നീ എന്നെ വിളിച്ചു, അന്നേരം ഞാൻ നിന്റെ കൂടെ നിന്നു, അത്രമാത്രം. ഇനിയിപ്പോൾ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഡാനിയൽ പറയുന്നു. അവിടുന്ന് കട്ടാട്ടെ ഇങ്ങനെ ലൂക്കും ഡാനിയലും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഡോർബെൽ അടിക്കുന്നു. അത് കേസിയാണ്. അന്ന് അവളും ലൂക്കും തമ്മിൽ കൂട്ടിമുട്ടിയ സമയത്ത് ലൂക്കിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അവൾ. ശേഷം അവൾ ലൂക്കിനോട്, നീ ഇത്രയും ബോധമില്ലാത്ത ഒരുത്തനാണോ?
സ്വന്തം പേഴ്സ് പോയതുപോലും നിനക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയുന്നു. അന്നേരം ലൂക്കിനോട് ഡാനിയൽ, ഇത്ര നല്ല സുന്ദരിയായ പെണ്ണ് നിന്റെ അടുത്ത് വന്നിട്ട് നീ അവളെ വെറുതെ വിടല്ല, മെല്ലെ സംസാരിച്ച് സെറ്റാക്കാൻ നോക്കെന്ന് പറയുന്നു. അങ്ങനെ ഡാനിയൽ പറഞ്ഞതുപോലെ തന്നെ ലൂക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്യുകയാണ്. പക്ഷെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവനിങ്ങനെ പെമ്പിള്ളേരോട് സംസാരിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവസാനം അവൻ അവളോട്, ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്ക്, ഇത്ര ദൂരത്ത് നിന്ന് എന്റെ പേഴ്സ് കൊണ്ടുതരാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറഞ്ഞ് അവൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നു. അന്നേരം അവൾ ഈ പൈസക്ക് താൻ പെയിന്റ് വാങ്ങിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കാസി ആളൊരു ഇൻഡിപെൻഡന്റ് പെയിന്ററാണ്, സ്വന്തമായിട്ട് അവൾക്കൊരു സ്റ്റുഡിയോ വരെയുണ്ട്. അത് കേട്ട് ഡാനിയൽ ലൂക്കിനോട്, നിനക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, നീ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് അവളോട് പറ എന്ന് പറയുന്നു. അവൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ലൂക്ക് അതുപോലെ അവളോട് പറയുന്നു. അങ്ങനെ കാസി, ഇനി ഞാനൊരു ആർട്ട് ഇവന്റിന് പോവുകയാണെന്നും അവിടെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടാകുമെന്നും നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, നീയും എന്റെ കൂടെ ഇന്ന് വാ എന്ന് ലൂക്കിനോട് പറയുന്നു. അങ്ങനെ ലൂക്ക് സമ്മതിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കേട്ടായിട്ട് ശേഷം ലൂക്ക് ഡാനിയലിനും കൂട്ടിയിട്ട് കാസി വിളിച്ച് ആ ഇവന്റിന് പോവുകയാണ്. ലൂക്കിന് ശരിക്കും പോകാൻ നല്ല മടിയുണ്ട്, കാരണം ഇവൻ ആളുകൾ കൂടുന്ന ഇടത്തൊന്നും അങ്ങനെ പോകാറില്ലല്ലോ. അന്നേരം ഡാനിയൽ, മുമ്പാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഇല്ലേ, അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട, നീ വാ എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇവർ അവിടെ എത്തുന്നു. അന്നേരം കാസി അവിടെ വെച്ച് കുറച്ച് പെമ്പിള്ളേരുമായിട്ട് വഴക്കിടുന്നതാണ് ഇവർ കാണുന്നത്. അവിടെ വന്ന ആർട്ടിസ്റ്റുകാരൊന്നും റിയൽ അല്ല, എല്ലാവരും ചുമ്മാ പട്ടി ഷോ കാണിക്കുകയാണ്. അവർക്ക് ആർട്ടിനെ പറ്റി ഒരു തേങ്ങാക്കോലയും അറിയില്ല എന്നായിരിക്കും അവൾ വിളിച്ചു പറയുന്നത്. ശേഷം അവൾ ലൂക്കിനോട്, വാ ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് അവളുടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അവിടെ എത്തിയതിനു ശേഷം കാസി ലൂക്കിനോട്, എന്നെ പോലെയുള്ള യഥാർത്ഥ ആർട്ടിസ്റ്റ് ഒരിക്കലും സക്സസ് ആവില്ല, സക്സസ് ആവുന്നത് മൊത്തം ആർട്ടിനെ പറ്റി ഒരു കുന്തവും അറിയാത്തവന്മാരാണ്. റിയൽ ആർട്ടിസ്റ്റൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവരെയും അവരുടെ കഴിവിനെയും ആളുകൾ തിരിച്ചറിയുന്നത്. ഒരുപാട് നല്ല പെയിന്റിങ്സ് വരച്ചിട്ടും അതിന്റെ അപ്രൂവൽ ഒന്നും കിട്ടാൻ വേണ്ടി ഇതുപോലുള്ളവന്മാരുടെ പിറകെ നടക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അവൾ അവളുടെ പ്രശ്നങ്ങളൊക്കെ വിവരിക്കുന്നു. അന്നേരം ലൂക്ക് അവിടെ ഒരു പെയിന്റിംഗ് കാണുകയാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ട്, ഇത് നീ വരച്ചതാണോ എന്ന് അവളോട് അവൻ ചോദിക്കുമ്പോൾ, അതെ അത് ഞാൻ വരച്ചതാ, പക്ഷെ ആ വരച്ചത് അത്ര ശരിയായില്ല എന്ന് അവൾ വരച്ചത് അവളുടെ അച്ഛനെയാണ്. അന്നേരം കൂടിയുള്ള ഡാനിയൽ ലൂക്കിനോട്, എടാ അവളോട് ആ പെയിന്റിംഗ് കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ വളക്കാൻ വേണ്ടി ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഡാനിയൽ പറഞ്ഞതുപോലെ തന്നെ ലൂക്കും കാസിനോട് പറയുകയാണ്. ലൂക്കിന്റെ സംസാരം കേട്ട് ഇവൾ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലൂക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു. അന്നേരം ലൂക്ക് ഡാനിയലിനോട് തനിക്കൊരു കഴിവില്ല എന്നും തന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള അവന്റെ പ്രശ്നങ്ങൾ പറയുകയാണ്. അത് കേട്ട് ഡാനിയൽ, നിന്റെ ഉള്ളിലെ ഭയവും നിന്നോടുള്ള സംശയമാണ് നിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണമാക്കുന്നേ. നിനക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ നീ അതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം എന്നൊക്കെ പറയുന്നു. ഡാനിയലിന്റെ വാക്ക് കേട്ട് ലൂക്കിന് ഡാനിയലിന്റെ കൂട്ട് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം കാസിയുമായിട്ട് സംസാരിക്കാൻ ലൂക്കിനെ ഹെൽപ്പ് ചെയ്തത് ഡാനിയൽ ആണല്ലോ. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ലൂക്ക് പഴയതുപോലെ ആയിരിക്കില്ല. അവൻ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് ആകുകയാണ്. കോളേജിലേക്ക് തിരിച്ചു പോകുന്നു, നന്നായി പഠിക്കുന്നു. ഡാനിയൽ ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ ലൈഫ് ആകെ മൊത്തം മാറുകയാണ്. ലൂക്ക് അവന് ചെയ്യാൻ പേടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നു. ഡാനിയൽ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ലൈഫിൽ ഒരുപാട് ഹാപ്പി ആവുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് ശേഷം ലൂക്ക് പാർട്ടിക്ക് പോകുന്നു. എന്നാൽ കഴിഞ്ഞ തവണ പോയതുപോലെയല്ല, അവരിപ്പോൾ പേടിക്കുന്നില്ല. കാരണം കൂടെ ഡാനിയൽ ഉണ്ടല്ലോ. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് ഡാനിയൽ ലൂക്കിനോട്, നീ അവളെ ഒന്ന് മുട്ടി നോക്ക്, എന്നിട്ട് അവളോട് നിന്നെ കാണാൻ സിനിമാ നടിയെ പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്പർ വാങ്ങിക്കാൻ നോക്കെന്ന് പറയുന്നു. ഡാനിയൽ പറഞ്ഞതുപോലെ തന്നെ ലൂക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ ഇവന്റെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. അവക്കാണെങ്കിൽ ലൂക്കിന്റെ സംസാരം കേട്ട് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ഡാനിയലിന്റെ പണിയാണല്ലോ. അവൾ ലൂക്കിനോട് അവളുടെ പേര് സോഫിയ എന്ന് പറഞ്ഞ് നമ്പറും കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ലൂക്ക് അവിടുന്ന് വെള്ളം അടിക്കുന്നു. ആദ്യമായിട്ട് കുടിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആകെ മൊത്തം അവിടെ ഛർദ്ദിച്ച് കൂട്ടുന്നുണ്ട്. പാർട്ടിയും അവിടുത്തെ ബഹളവുമെല്ലാം ലൂക്കിന് പുതിയൊരു അനുഭവമായിരുന്നു. വേണമെങ്കിൽ ഒരു പുതിയ ലോകം എന്ന് തന്നെ പറയാം. അന്നേരം ഡാനിയൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് ലൂക്കിന്റെ കഴുത്തിൽ ചേർത്ത് പിടിച്ച് അവനങ്ങ് കൊല്ലാൻ നോക്കുകയാണ്. അന്നേരം ലൂക്കിന് ബോധം വരുന്നു. ലൂക്കിന് ബോധം വന്നത് കണ്ട ഡാനിയൽ ആ കത്തി അവിടുന്ന് മാറ്റുന്നു. ഈ ഒരു സീനിൽ ഡാനിയലിന്റെ മനസ്സിനകത്ത് ഒരു ക്രൂര സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചെറുപ്പത്തിലും ഡാനിയലിനുണ്ടായിരുന്നല്ലോ ഈ സ്വഭാവം. ലൂക്കിന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി ഡാനിയൽ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ അന്ന് രാത്രി കാസിയും ലൂക്കും അവിടെ അടുത്തുള്ള ലൈബ്രറിയിൽ ആരും കാണാതെ കയറുന്നതാണ് കാണിക്കുക. കാസി ലൂക്കിനോട് അവൾ മുമ്പ് ഇവിടെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നു.
എന്നിട്ടൊരു ബുക്ക് കാണിച്ചുകൊണ്ട് ഈ ബുക്കാണ് എന്നെ ആർട്ട് എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്. അതുപോലെ ആർട്ടിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ ധാരണയും മാറ്റിക്കളഞ്ഞതെല്ലാം ഈ ബുക്കാണെന്നും പറയുന്നു. എന്നാൽ ആ ബുക്കിനെ പറ്റി ഒരക്ഷരം അറിയാത്തത് കൊണ്ട് തന്നെ ലൂക്കിന് തിരിച്ചെന്ത് മറുപടി പറയണമെന്നൊന്നും അറിയില്ല. ആ സമയം ഡാനിയൽ ആ ബുക്കിലെ വരികൾ ലൂക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് ലൂക്ക് കാസിയോട് ഞാനും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാസിയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഡാനിയൽ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ആ ബുക്കിലെ വരികൾ അവൻ പറയുകയാണ്. അത് കേട്ട് ഇവളങ്ങ് ഞെട്ടിപ്പോവുകയാണ്. യു ആർ ബ്രില്യൻറ്റ്. ഇവക്ക് അവനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ നന്നായി അടുക്കുകയാണ്. എന്നാൽ ആ അടുപ്പം വളരുന്നത് ഡാനിയലിന് അത്ര ഇഷ്ടപ്പെടില്ല. അതായത് മുമ്പ് ലൂക്ക് ക്ലെയറുമായിട്ട് നന്നായി കൂട്ടുകൂടുന്നതൊന്നും ഡാനിയലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ശേഷം കാസി ലൂക്കിന്റെ ഒരു പടം വരച്ചിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ലൂക്കിന്റെ പിറകിലായിട്ട് ഒരു കറുത്ത നിഴൽ പോലെയുള്ളൊരു രൂപം കൂടി അവൾ വരച്ചിട്ടുണ്ട്. അത് കണ്ട് ലൂക്ക് അതെന്താണെന്ന് അവളോട് ചോദിക്കുകയാണ്. എനിക്കെന്തോ നിന്റെ ഉള്ളിലുള്ള ആരും കാണാത്ത അറിയാത്ത ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഭാഗമുണ്ടെന്ന് തോന്നിയെന്ന് അവളും. നിനക്ക് അതെന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാകാമെന്ന് അവളും പറയുന്നു. അത് കേട്ട് ലൂക്കിന് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുകയാണ്. അവിടുന്ന് കേട്ടിട്ട് ശേഷം സോഫി ഇല്ലേ, അന്ന് പാർട്ടിക്ക് വെച്ച് ലൂക്ക് പരിചയപ്പെട്ട അവളും പിന്നെ ലൂക്കിന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന റിച്ചാർഡും പിന്നെ അവന്റെ കാമുകിയും ലൂക്കിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് അവിടെ കണ്ട ലൂക്ക് ഇവരെ ഞാൻ ഇവിടെ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവർ ഇവിടെ വന്നതെന്ന് സംശയിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ ലൂക്കിന്റെ ഫോണിൽ നിന്ന് ഡാനിയലാണ് ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതിന്റെ പിറകിലുള്ള ഉദ്ദേശം വേറൊന്നുമല്ല, ലൂക്കിനെ ഒന്നും കൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ്. അന്നേരം റിച്ചാർഡ് അവരോട് ഇവരുടെ കോളേജിന്റെ താഴെയായിട്ട് ഒരു ടണലുണ്ട്, അവിടെ ചുമ്മാ പോയി അടിച്ചു പൊളിച്ചാലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് പോവുകയാണ്. ഈ റിച്ചാർഡും അവന്റെ കാമുകയും അവരുടേതായ നിമിഷങ്ങൾക്ക് വേണ്ടി വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. മറുഭാഗത്ത് സോഫിയും ലൂക്കും മാത്രമായിരിക്കും. കൂടെ ഡാനിയലും ഉണ്ട്, എന്നാൽ അത് സോഫിക്ക് കാണില്ലല്ലോ. അന്നേരം പെട്ടെന്ന് സോഫിയെ ലൂക്കിനോട് നീ നിന്റെ ശരിക്കുമുള്ള സ്വഭാവമല്ല പുറത്ത് കാണിക്കുന്നത്, നിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്, നിന്റെ യഥാർത്ഥ ക്യാരക്ടർ ഇതല്ല, നീ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നിന്റെ ഫേക്ക് ക്യാരക്ടർ ആണെന്നൊക്കെ പറയുന്നു. സോഫിക്ക് ലൂക്കിന്റെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾക്ക് മാത്രമല്ല, നേരത്തെ കാസിക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഡാനിയൽ ലൂക്കിനോട് സോഫിയെ കിസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നാൽ ലൂക്കിന് അവളെ കിസ് ചെയ്യാനൊന്നും വലിയ താല്പര്യമുണ്ടാകില്ല. അത് മനസ്സിലാക്കിയ ഡാനിയൽ നീ എന്താ കേസി വിചാരിച്ചത് കൊണ്ടാണോ അവളെ കിസ് ചെയ്യാത്തത്? ഇത്രക്കും ആത്മാർത്ഥത കാണിക്കാൻ അതിന് നീയും അവളും കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, നീ സോഫിയെ കിസ് ചെയ്യാൻ നോക്കിയെന്ന് പറയുന്നു. ഡാനിയൽ പറയുന്നത് കേട്ട് അതിൽ മൂழ்കിയ ലൂക്കിനെ കണ്ട സോഫിക്ക് അവൻ ഈ ലോകത്തൊന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. അവൾ ലൂക്കിനോട് ലൂക്ക് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് അവനും. ഡാനിയൽ ഇവിടുന്ന് അപ്പോഴേക്കും നിനക്ക് അവളെ കിസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അത് കാസിയെ ചീറ്റ് ചെയ്യുന്നത് പോലെ ആകില്ലല്ലോ എന്ന് പറഞ്ഞ് ഡാനിയൽ ലൂക്കിന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് നേരെ സോഫിയുടെ അടുത്ത് പോയിട്ട് അവളെ കിസ് ചെയ്യുകയാണ്. സോഫിയെ സംബന്ധിച്ച് അത് ലൂക്കാണല്ലോ. ഡാനിയലുമായിട്ട് അവൾ റൊമാൻറ്റിക്കലാകാൻ നോക്കുകയാണ്. ലൂക്കാണെങ്കിൽ ഡാനിയലിനോട് തന്റെ ശരീരം തിരിച്ചു താ എന്ന് പറയുകയാണ് ഇവിടുന്ന്. അന്നേരം റിച്ചാർഡ് അവിടേക്ക് വരുന്നു. അവനെ കണ്ടതും പെട്ടെന്ന് ഡാനിയൽ വയലന്റ് ആകുന്നു. എന്നിട്ട് നേരെ റിച്ചാർഡിനെ അറ്റാക്ക് ചെയ്യുകയാണ്. സോഫി ഇതൊക്കെ കണ്ട് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. കാരണം ലൂക്കിന്റെ ഈ ഒരു സ്വഭാവം ആദ്യമായിട്ടാണല്ലോ അവൾ കാണുന്നത്. അവിടുന്ന് കെട്ടായിട്ട് കുറച്ചു നേരത്തിന് ശേഷം ലൂക്ക് തിരിച്ച് അവന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്. റിച്ചാർഡിനെ അടിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ പോലീസ് കേസുമായി ലൂക്കിനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ലൂക്ക് ഡാനിയലിനോട് നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയത്, അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് 3 വരെ എണ്ണും, അതിനുള്ളിൽ നീ എന്നെ വിട്ട് പോകണമെന്ന് പറയുന്നു. എന്നാൽ ഡാനിയൽ എവിടെയും പോകില്ല. ലൂക്ക് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഞാൻ നീയാണ്, നിന്റെ ഒരു ഭാഗമാണ് ഞാൻ, നിനക്കങ്ങനെ എന്നെ നിന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അടുത്ത സീനിൽ ലൂക്ക് ക്ലെയറിനെ കാണാൻ വേണ്ടിയിട്ട് ക്ലെയർ ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ക്ലെയറിനുള്ള അതേ മെന്റൽ ഡിസോർഡർ ആണ് ലൂക്കിനുമുള്ളതെന്ന് ഇവന് മനസ്സിലായി. അമ്മയ്ക്ക് എത്രാമത്തെ വയസ്സിലാണ് ഈ രോഗം വന്നത്? ഏകദേശം 20-ാം വയസ്സിലായിരുന്നു. ഞാൻ എൻ്റെ കോളേജിലെ റേഡിയോ സ്റ്റേഷൻ തന്നെ ആ സമയത്ത് കത്തിച്ചു കളഞ്ഞു. കാരണം അതിൽ DJ എന്നെ കളിയാക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മയ്ക്ക് ഇതേ അസുഖം എനിക്ക് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ പിന്നെ നീ ഡാനിയലിനെ ഉദ്ദേശിച്ചാണ് ചോദിച്ചതെങ്കിൽ അത് ഞാനും നിന്റെ അച്ഛനും മുമ്പ് വഴക്കിടുമ്പോൾ അതിന്റെ സ്ട്രെസ് കാരണമാണ് നീ അങ്ങനെ പെരുമാറിയതെന്നാ ഞാൻ വിചാരിച്ചത്, അല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ക്ലെയർ നോക്കുമ്പോൾ ലൂക്കിന്റെ പെരുമാറ്റത്തിൽ എന്തോ ചെറിയൊരു പന്തിയേട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ക്ലെയർ ഇത്രയും പറയുന്ന സമയത്ത് ലൂക്ക് ഇടയ്ക്കിടയ്ക്ക് ഡാനിയലിനെ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് ക്ലെയറിന് അത് കാണില്ലല്ലോ. അന്നേരം ക്ലെയറിന് ലൂക്കിന് തൻ്റെ അതേ പ്രോബ്ലം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്.
അങ്ങനെ അവൾ ലൂക്കിനോട് നീ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അത് കേട്ട് പെട്ടെന്ന് ക്ലെയറിന്റെ രോഗം കൂടിയെന്ന് കരുതി അവിടുത്തെ അറ്റൻഡർ ഒക്കെ വന്ന് ക്ലെയറിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുകയാണ്. ശേഷം ലൂക്ക് സോഫിയെ കാണാൻ കോളേജിൽ പോകുകയാണ്. അന്ന് നടന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച്, അതായത് അന്ന് റിച്ചാർഡിനെ തല്ലിയത് താനല്ല എന്നുള്ള കാര്യങ്ങൾ പറയാൻ. എന്നാൽ അവൻ എത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ പരമാവധി ശ്രമിച്ചിട്ടും അവൾ അമ്പിനോടും വില്ലിനോടും അടിക്കില്ല. മേലിൽ എന്റെ അടുത്ത് വന്നു പോകരുത്, നിന്നെയല്ലേ കോളേജിൽ നിന്ന് പുറത്താക്കിയത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ അവൾ പറയുന്നു. പെട്ടെന്ന് ഡാനിയൽ അവളുടെ പിറകിലൂടെ വന്ന് കത്തിയോണ്ട് അവളുടെ കഴുത്തറുക്കുകയാണ്. ആ കാഴ്ച കണ്ട് ലൂക്ക് അലറുകയാണ്. സത്യത്തിൽ അതൊക്കെ ലൂക്കിന്റെ തോന്നലായിരുന്നു. ഡാനിയൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ലൂക്കിന്റെ പെരുമാറ്റം കണ്ട് ഇവന്റെ വട്ട് കൂടിയെന്ന് സോഫിക്ക് മനസ്സിലാകുന്നു. നിനക്ക് വട്ടാണെന്നുള്ള കാര്യം ഞാൻ കോളേജിലെ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ ലൂക്ക് നേരെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഡാനിയലിനെ ആ ഡോൾ ഹൗസിൽ നിന്ന് തുറന്നു വിട്ടതും അവനുമായിട്ട് വീണ്ടും കൂട്ടുകൂടിയതും, എന്നാൽ എനിക്കിപ്പോ അവനെ സഹിക്കാൻ വയ്യ, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ലൂക്ക്, നീ ഇപ്പോൾ ചെറിയ കുഞ്ഞല്ല, നീ എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നിന്റെ കടമ തന്നെയാണ്. ഡാനിയൽ നിന്റെ ഒരു ഭാഗമാണെന്ന് ഡോക്ടറും. ഞാൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് അവൻ ചെയ്യിക്കുകയാണ്. അവൻ കാരണം ഞാൻ എൻ്റെ അമ്മയെ വരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്കുള്ള അതേ അസുഖമാണെന്നൊക്കെ ലൂക്ക് പറയുന്നു. അങ്ങനെ ഡോക്ടർ അവന് മരുന്ന് എഴുതി കൊടുക്കുകയാണ്. ദെൻ വീട്ടിലെത്തിയതിനു ശേഷം ലൂക്ക് ആ മരുന്ന് എടുത്ത് കഴിക്കുന്നു. ഇങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ബ്രെയിനിനെ തന്നെയാണ് അത് ബാധിക്കുക. നീ മണ്ണബുദ്ധിയാകും, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല, പെൺപിള്ളേരൊന്നും നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ ഡാനിയൽ ലൂക്കിനോട് പറയുന്നു. എന്നാൽ ലൂക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ മരുന്ന് കുടിക്കുകയാണ്. ലൂക്ക് മരുന്ന് കുടിച്ചപ്പോഴേക്കും ഡാനിയൽ ബോധം കിട്ട് വീഴുന്നു. താൻ മെഡിസിൻ എടുത്തത് കൊണ്ട് ഡാനിയൽ ഇല്ലാതായി എന്ന് വിചാരിച്ച് ലൂക്ക് മെല്ലെ ഡാനിയലിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ മുമ്പിലുണ്ടായ ഡാനിയൽ ഉണ്ടാകും പിറകിൽ നിന്നിട്ട്. അപ്പോൾ ഇവന്റെ അസുഖം മാറിയില്ല എന്ന് ഇവന് മനസ്സിലാവുകയാണ്. അവിടുന്ന് കേട്ടെ ലൂക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ റെസ്റ്റോറന്റിൽ വെച്ച് ഒരാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ സ്വപ്നം കാണുകയാണ്. ശേഷം ലൂക്ക് അന്നത്തെ ന്യൂസ് പേപ്പറിൽ അയാളെ പറ്റി നോക്കുകയാണ്. എന്നിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവന്റെ പേര് ജോൺ എന്നാണ്. അവിടെ അവന്റെ അച്ഛൻ മാത്രമായിരിക്കും ഉണ്ടാകുക. എന്നിട്ട് അവരോട് നിങ്ങളുടെ മകൻ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ജോണിനുണ്ടായ അതേ പ്രശ്നമാണ് എനിക്കും ഇപ്പോൾ ഉള്ളതെന്നൊക്കെ ലൂക്ക് പറയുന്നു. അവന് ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പല മരുന്നുകളും അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ജോണിന്റെ അച്ഛനും. ജോൺ എപ്പോഴെങ്കിലും അവന് മാത്രമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ലൂക്ക് ചോദിക്കുമ്പോൾ അതെ, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ജോൺ വരച്ച അവന്റെ ഡ്രോയിങ്സ് ഒക്കെ ലൂക്കിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൽ ജോണിന്റെ ചിത്രത്തിന് അടുത്തായിട്ട് അവൻ വരച്ച അവന്റെ ഇമാജിനറി ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതിന്റെ പേരും ഡാനിയൽ എന്ന് തന്നെയാണ്. ഇവിടെ വെച്ച് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം, അതായത് ലൂക്കിന് ഒരു അസുഖവും ഇല്ല, ഡാനിയൽ ഒരു ഇമാജിനറി ഫ്രണ്ടും അല്ല, അവനൊരു ദുഷ്ടനായ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയാണ്. പാരസൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇമോഷണലി വീക്കായ ആളുകളാണ് അവന്റെ മെയിൻ ടാർഗറ്റ്. അവരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നെ കൺട്രോളിലാക്കി പൂർണ്ണമായും അവരുടെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് എല്ലാവരെയും കൊല്ലുക, അതാണ് അവന്റെ മെയിൻ ഗോൾ. ഈ ഡാനിയൽ മുമ്പ് ജോണിന്റെ ബോഡിയിലായിരുന്നു. എന്നാൽ ജോൺ മരിച്ച ആ കറക്റ്റ് ടൈം അവൻ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു ലൂക്കിന്റെ അടുത്ത് പോയി അവനുമായിട്ട് കൂട്ടായി. എന്തിന്? ജോണിനെ കൺട്രോൾ ചെയ്തതുപോലെ ലൂക്കിനെയും കൺട്രോൾ ചെയ്ത് ഈ ലോകം നശിപ്പിക്കാൻ. ശേഷം ലൂക്ക് ജോണിന്റെ അടുത്തുള്ള ആ ഡ്രോയിങ് കൊണ്ട് കാസിയുടെ അടുത്ത് പോയിട്ട് അത് കാണിച്ചിട്ട് എന്റെ ചിത്രം വരച്ച സമയത്ത് നീ ഇതല്ലേ എന്റെ പിറകിൽ കണ്ടതെന്ന് പറഞ്ഞ് ആ ചിത്രത്തിലെ ഒരു കറുത്ത നിഴൽ കാണിച്ചു കൊടുക്കുന്നു. അന്നേരം കാസി, ലൂക്ക് നീ എന്തൊക്കെയാ പറയുന്നേ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഡാർക്ക് സൈഡും ഉണ്ട്, ഞാൻ അത് ഉദ്ദേശിച്ചു വരച്ചതാണെന്ന് അവളും. അപ്പോൾ ലൂക്ക് ഇത് വെറും ഒരു ഡ്രോയിങ് അല്ല എന്നും 12 വർഷം മുമ്പ് ജോൺ എന്ന കുട്ടി വരച്ചതാണെന്നും അവനിപ്പോൾ കൊല്ലപ്പെട്ടു, അവന് സംഭവിച്ചതാണ് തനിക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഇവൾക്കൊന്നും മനസ്സിലാകില്ല. ഇവൻ പരമാവധി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒച്ചപ്പാടും ബഹളവും ആക്കുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഇവന്റെ മാറ്റം കണ്ട് പേടിച്ച് കാസി ഇവന്റെ വട്ടുകൂടിയെന്ന് കരുതി ഇവൻ അവിടെ നാട്ടിപ്പുറത്താക്കുന്നു. ലൂക്കിനാണെങ്കിൽ ആകെ വല്ലാതെ ആവുകയാണ്. കാരണം തനിക്കുള്ളിൽ നടക്കുന്നത് എന്താണെന്നും തനിക്ക് സംഭവിക്കുന്നത് എന്താണെന്നും താൻ എന്തൊക്കെയാണ് നേരിടുന്നതെന്നും ഒന്ന് തുറന്ന് സംസാരിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ലാത്ത ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. പോരാഞ്ഞ് ഡാനിയൽ ആണെങ്കിൽ 24 മണിക്കൂറും അവന്റെ കൂടെ തന്നെയാണ്. അവസാനം അവൻ ഗതികെട്ട് അവന്റെ ഡോക്ടറിനെ വിളിച്ചിട്ട്, ഡോക്ടർ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, എന്റെ കണ്ടീഷൻ അത്രക്ക് മോശമായിട്ട് വരികയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഡോക്ടർ ലൂക്കിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഡോക്ടർ ലൂക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് നീ പേടിക്കണ്ട, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം
നീ കടന്നു വന്ന സാഹചര്യങ്ങളും വളർന്നു വന്ന രീതികളും ഒക്കെയാണെന്ന് പറഞ്ഞ് ലൂക്കിനെ ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഡാനിയൽ അവിടെ എത്തുന്നത്. അത് കണ്ട് ഡോക്ടർ അങ്ങ് ഞെട്ടുന്നു. കാരണം ഇത്രയും ദിവസം അയാൾ വിചാരിച്ചു വെച്ചിരുന്നത് ലൂക്കിന്റെ അകത്തുള്ള വേറൊരു വ്യക്തിയാണ് ഡാനിയൽ എന്നാണല്ലോ. ഡാനിയൽ എന്നിട്ട് അവിടെ കിടക്കുന്ന ലൂക്കിന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്. ആ കാഴ്ച കണ്ടതും പേടിച്ച് പകച്ചു പോവുകയാണ് ഡോക്ടർ. അയാൾ അവിടെ കിടക്കുന്ന കത്തിയെടുത്തുകൊണ്ട് ഡാനിയലിനോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. ഡോക്ടർ, നമ്മളോട് ഒരാൾ എന്ത് കാര്യം ചെയ്യണ്ട എന്ന് പറയുന്നുവോ അത് ചെയ്യാനായിരിക്കും നമ്മൾക്ക് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞ് ഡാനിയൽ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങി അതുകൊണ്ട് അയാളെ അങ്ങ് കൊല്ലുന്നു. അവിടുന്ന് കെട്ടായിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന ലൂക്ക് കാണുന്നത് കൊല്ലപ്പെട്ട ഡോക്ടറിനെയാണ്. അത് ഡാനിയലിന്റെ പണിയാണെന്ന് ഇവന് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് ലൂക്കിന്റെ പിറകിലൂടെ ഡാനിയലിന്റെ ശരിക്കുമുള്ള രൂപം വരികയാണ്. കാണാൻ തന്നെ എന്തോ വിയേർഡായിട്ട് തോന്നുന്ന ഒരു ജീവി. ഡാനിയൽ ലൂക്കിനോട് പെട്ടെന്ന് ഡോൾ ഹൗസിലേക്ക് കയറാൻ പറയുന്നു. ലൂക്ക് ഇപ്പോൾ ഔട്ട് ആൻഡ് ഔട്ടായിട്ട് ഡാനിയലിന്റെ കൺട്രോളിലായതുകൊണ്ട് തന്നെ അവൻ ഡാനിയൽ പറഞ്ഞതുപോലെ ചെയ്യുന്നു. ലൂക്കാണെങ്കിൽ പുറത്തു കടക്കാനാവാതെ ആ ഡോൾ ഹൗസിന്റെ അകത്ത് കുടുങ്ങുകയാണ്. ഇവിടെ ഡാനിയൽ ലൂക്കായിട്ട് കാസിയുടെ അടുത്ത് പോകുന്നു. അതും ലൂക്കിന്റെ ഡ്രസ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ അടിമുടി മാറ്റിയിട്ട്. ഇവിടെ ഒറിജിനൽ ലൂക്ക് നോക്കുമ്പോഴുണ്ടാകും അവിടെ വേറൊരു ഡാനിയലിനെ പോലെയുള്ള ഒരു പാരസൈറ്റ്. ഇവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴുണ്ടാകും മുമ്പിലൊരു ഡോർ. മറുഭാഗത്ത് കാസിയുടെ അടുത്തെത്തിയ ഡാനിയലിനോട് അവൾ അവസാനമായിട്ട് ലൂക്ക് ഇവിടെ വന്ന സമയത്ത് പെരുമാറിയത് ഉദ്ദേശിച്ചുകൊണ്ട് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ മാത്രം അകത്തേക്ക് കയറിയാൽ മതി, അല്ലാതെ ബഹളം വെക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നു. അന്നേരം ലൂക്കിന്റെ അകത്തുള്ള ഡാനിയൽ സോറി ഞാനന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പെരുമാറി, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. അന്നേരം കേസി നീ നിന്റെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് സ്വഭാവത്തെ കളഞ്ഞേ പറ്റുള്ളൂ. അതിനങ്ങനെ കളയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും ആ നെഗറ്റീവ് എനർജീനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വിടേണ്ടതെന്ന് ഇവനും. ലൂക്കിന്റെ സംസാരം കേട്ട കേസിക്ക് ഇത് ശരിക്കും ലൂക്ക് തന്നെയാണോ, അവൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ എന്നുള്ള ചിന്തകൾ വരികയാണ്. ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ നിന്റെ ഉള്ളിലെ ആ നെഗറ്റീവ് എനർജി നിന്റെ ജീവിതത്തിൽ നിന്ന് പോകാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് ഇവൾ പറയുമ്പോൾ എനിക്ക് ലൂക്കായി മടുത്തു എന്ന് പറഞ്ഞ് ഡാനിയൽ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നു. അത് കണ്ട് കേസി പേടിയും പരിഭ്രവും ഒക്കെ കൊണ്ട് വല്ലാത്ത അവസ്ഥയിലാവുകയാണ്. ഇവിടെ ലൂക്ക് അവിടെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുകയാണ്. അപ്പോൾ അത് ഡാനിയൽ ആയിരിക്കും. അതുവഴി കേസിയും ഡാനിയലും തമ്മിലുള്ള സംസാരം ഇവൻ കേൾക്കുന്നു. അതോടെ ഡാനിയൽ കേസിയെ കൊന്നുകളയാൻ പോവുകയാണെന്നുള്ള കാര്യം ഇവന് മനസ്സിലാവുകയാണ്. ഇവനാണെങ്കിൽ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലാകുന്നില്ല. അവനാണെങ്കിൽ പുറത്തു കിടക്കാനും പറ്റുന്നില്ല. മറുഭാഗത്ത് ഡാനിയലിനെ തള്ളിയിട്ടിട്ട് കേസി റൂഫിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ ലൂക്ക് ആണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയും പുറത്തു കിടക്കാൻ നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ പാരസൈറ്റിനെ അവൻ കാണുകയാണ്. പേടിച്ചിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന കത്തി പോലത്തെ എന്തോ സാധനം എടുത്ത് അതിനെ കുത്തുന്നു. അത് കരയുന്നത് കേട്ടപ്പോഴാണ് താൻ കുത്തിയത് വേറെ ആരുമല്ല ജോണിന്റെ സോളിനെയാണെന്നുള്ള കാര്യം ലൂക്ക് തിരിച്ചറിയുന്നേ. ആക്ച്വലി ഡാനിയൽ ജോണിന്റെ ബോഡിയിൽ കയറിയപ്പോൾ ജോൺ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോണിന്റെ സോൾ ഡാനിയലിന്റെ ഉള്ളിലുള്ള ഒരു ഇരുണ്ട മെന്റൽ വേൾഡിൽ അകപ്പെട്ടു. ശേഷം പാടുപെട്ട് ലൂക്ക് ആ ഡോൾ ഹൗസിന്റെ വാതിൽ തുറക്കുമ്പോൾ അവിടെ മുഴുവനും ഇഷ്ടിക വെച്ചിട്ടുള്ളതായിരിക്കും ഇവൻ കാണുന്നേ. അങ്ങനെ അവൻ എങ്ങനെയൊക്കെ അത് തകർത്ത് പുറത്തേക്ക് കടക്കുന്നു. അന്നേരം കേസിയുടെ നിലവിളിയായിരിക്കും ഇവൻ കേൾക്കുന്നേ. അപ്പോഴാണ് ലൂക്കിന് ഒരു കാര്യം മനസ്സിലാകുന്നേ. അതായത് ഇത് ആക്ച്വലി ഒരു ഡോൾ ഹൗസ് അല്ല, ഡാനിയലിന്റെ മെന്റൽ വേൾഡ് ആണെന്ന കാര്യം. ജോൺ അകപ്പെട്ടതുപോലെ ഇവനും ഡാനിയലിന്റെ മെന്റൽ വേൾഡിൽ അകപ്പെട്ടിട്ടാണുള്ളതെന്നും ഇവന് മനസ്സിലാവുകയാണ്. ഇനിയും തന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ ഡാനിയലിനെ വിടില്ല എന്ന് ഉറപ്പിച്ച് രണ്ടും കൽപ്പിച്ച് ലൂക്ക് അവന്റെ വിൽ പവർ കൊണ്ട് ഡാനിയലിന്റെ ആ മെന്റൽ വേൾഡിൽ നിന്നും ചാടി റിയൽ വേൾഡിലേക്ക് വരുന്നു. എന്നിട്ട് ഡാനിയലിനോട് നീ ശരിക്കും ഒരു പാരസൈറ്റ് ആണ്, ആളുകളെ കൺട്രോൾ ചെയ്ത് അവരെ കൊല്ലുക, അത് മാത്രമാണ് നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. കുറെ കാലമായി ഞാൻ ആളുകളെ സഹായിക്കുകയായിരുന്നു ചെയ്തത്. നിനക്കൊക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനായിരുന്നു നിന്നെ ഹെൽപ്പ് ചെയ്തത്. എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ശരിക്കും നീയൊക്കെയാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചത്. ആ സമയം കേസി അവിടുന്ന് ഓടി നേരെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അതുകണ്ട് അവളെ കൊല്ലാൻ വേണ്ടി ഡാനിയലും ഓടുന്നു. അതുകണ്ട് ലൂക്ക് മൂർച്ചയുള്ള എന്തോ ഒന്ന് എടുത്ത് ഡാനിയലിന്റെ ദേഹത്തേക്ക് കുത്തിക്കയറ്റുന്നു. പിന്നെ അവിടെ വമ്പനടി നടക്കുകയാണ്. അവസാനം ഡാനിയൽ ലൂക്കിനെ പിടിച്ചു നിർത്തിയിട്ട് നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അന്നേരം ലൂക്ക് ഡാനിയലിനെ തന്നിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഡാനിയലിനെ പിടിച്ചു വലിച്ച് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഓൺ ദ സ്പോട്ടിൽ 2 പേരും മരിക്കുന്നു. ഇതൊക്കെ കണ്ട കേസി ഒരു തരിപ്പോടുകൂടി അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് കഥ അവസാനിച്ചിട്ടില്ല. ഡാനിയലിനെ വീണ്ടും കാണിക്കുകയാണ്. അതായത് ഡാനിയൽ മരിച്ചിട്ടില്ല. ഡാനിയൽ അവന്റെ അടുത്ത ഏരിയയെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.